അപ്പൊ ഇത് കൂടുതലൊരു ഹിസ്റ്ററി ടേക്കിങ്ങിലാണോ മാഡം അത് മനസ്സിലാക്കുക? അതോ ദേ കം ടു യു വിത്ത് സ്പെസിഫിക് പ്രോബ്ലംസ്? പണ്ടൊക്കെ ഇങ്ങനെ കുട്ടികളുണ്ടാവുന്നില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വരിക. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? അപ്പൊ പറയും കുട്ടികളുണ്ടാവുന്നില്ല. ഓക്കെ, ആഴ്ചയിൽ എത്ര പ്രാവശ്യം ബന്ധപ്പെടാറുണ്ട്? അപ്പൊ ഭാര്യയും ഭർത്താവും ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഞാനൊരു സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടന്റ് ആണെന്ന്. അപ്പോൾ അവർ കൺസൾട്ടേഷൻ എടുക്കണത് തന്നെ എനിക്കിങ്ങനെ ഇറക്ഷന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ശീഘ്രസ്ഖലനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കൺസൾട്ടേഷൻ എടുക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ നിന്ന് എനിക്ക് ഹിസ്റ്ററി ടേക്കിംഗ് എടുത്താൽ മതി. കാരണം അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സ്മോക്കിംഗ് ഉണ്ടോ, ഡ്രിങ്കിങ് ഉണ്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, വെയിറ്റ്, എക്സസൈസ് ചെയ്യുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ച് പ്ലസ് ടെസ്റ്റുകൾ, ആവശ്യമുള്ള ടെസ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. എനിക്ക് അടുത്ത് ചോദിക്കുന്നത്, എന്താണ് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഓർ ടെസ്റ്റ് ചെയ്യാറുണ്ടോ ടു പ്രൂവ് ദിസ്? എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പ്രൂവ് ചെയ്യാനല്ല നമ്മൾ ടെസ്റ്റുകൾ ചെയ്യണത്. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ പ്രൂവ് ചെയ്യാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ അത് സ്ഥിരീകരിക്കുന്നത് ഈ ഒരു പുരുഷൻ പറയുന്ന കാര്യം തന്നെയാ. എനിക്ക് എറക്ഷൻ ഇല്ല എന്ന് ഒരു പുരുഷൻ പറയുകയാണെങ്കിൽ അതിനർത്ഥം എറക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ടെസ്റ്റുകൾ. ഈ ടെസ്റ്റുകളും തന്നെ നമ്മൾ കുറേയൊക്കെ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഒരുപാട് തടിയുള്ള ഒരാള് ഒരു എക്സസൈസും ചെയ്യുന്നില്ല, രാത്രി എപ്പോഴും ആണ് ഉറങ്ങുന്നത്, ഫുൾ ടൈം സ്ട്രെസ്ഡ് അപ്പ് ആണ്, സ്മോക്കിംഗ് ഉണ്ട്, ഡ്രിങ്കിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്യും, ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യും, HbA1c കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യും. പിന്നെ ചിലർക്കൊക്കെ നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യും. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്രൊലാക്റ്റിൻ്റെ ടെസ്റ്റ്, LHൻ്റെ ടെസ്റ്റ്, LH എന്ന് പറഞ്ഞ ഹോർമോൺ. പിന്നെ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോണിൽ അളവ് കുറയുകയാണെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒരു നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാതെ, അതായത് കുട്ടികൾ ഒക്കെ ആയി കഴിയാതെ നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല. കാരണം ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് കൊടുക്കുമ്പം നമ്മുടെ സ്പേം കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും. ഓക്കെ, ഈ അടുത്തൊരു കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് എറക്ഷൻ്റെ പ്രശ്നം പ്ലസ് എറക്ഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഇജാക്കുലേഷൻ്റെ ഒരു പ്രശ്നം. അപ്പം അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കുറേയൊക്കെ ചെയ്തപ്പോൾ പ്രൊലാക്റ്റിൻ്റെ അളവ് ഒരു 200-ൽ കൂടുതലായിരുന്നു. അപ്പോൾ പ്രൊലാക്റ്റിൻ്റെ അളവ് സാധാരണ ഒരു 30 കുറവായിട്ടാണ് വരേണ്ടത്. 200-ൽ കൂടുതലൊക്കെ ആകുമ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു തലച്ചോറിലൊരു ഗ്രന്ഥിയുണ്ട്. ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വളരുന്ന ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു മുഴയുണ്ട്. ആ മുഴയുണ്ടോ എന്ന് സംശയിക്കണം. അങ്ങനെ ആ ഹസ്ബൻഡിന് നമ്മൾ MRI ഒക്കെ എടുത്തു. അപ്പോൾ MRI ഒക്കെ എടുത്തപ്പോൾ മാക്രോ അഡിനോമ എന്ന് പറഞ്ഞൊരു മുഴയുള്ളതായിട്ടാണ് കണ്ടത്. അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഇവിടുത്തെ അഡ്മിഷൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞപ്പം ശരിയായി.